US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി ബാഗ്ദാദിലെത്തിയതിന് തൊട്ടുപിന്നാലെയാണ് ഇറാഖിനെ ജോർദാനുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന അതിർത്തി വിമതർ പിടിച്ചെടുത്തത്. സുന്നി ഭൂരിപക്ഷ മേഖലയായ അൻബറിലെ നിരവധി പട്ടണങ്ങളും സിറിയൻ അതിർത്തിയായ ഗെയിമും സുന്നി സായുധ വിമതരായ ISIL കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തിരുന്നു. ജോർദാൻ അതിർത്തിയായ തുറാബിൽ ക്രോസ് കൂടി പിടിച്ചെടുത്തതോടെ സിറിയയിലേക്കും ജോർദാനിലേക്കുമുള്ള യാത്രയും ആയുധക്കടത്തും വിമതർക്ക് എളുപ്പമാകും. കഴിഞ്ഞ ദിവസം വിമതർ പിടിച്ചെടുത്ത അൽതഫർ വിമാനത്താവളത്തിന്റെ നിയന്ത്രണവും ഇറാഖി സൈന്യത്തിന് നഷ്ടമായി. ഇതിനിടെ ഇറാഖിലെത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി, പ്രധാനമന്ത്രി നൂരി അൽ മാലിക്കി, വിദേശകാര്യമന്ത്രി ഹോഷിയാർ സബ്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. വിമതർക്കെതിരായ പോരാട്ടത്തിൽ ഇറാഖികൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അമേരിക്ക എല്ലാ സഹായവും ലഭ്യമാക്കുമെന്ന് കെറി അറിയിച്ചു. But with the help of almost every country in the region, as well as others in the world, who will always stand up against the tyranny of this kind of terrorist activity. സുന്നി ഷിയ നേതാക്കളുമായും കെറി ചർച്ച നടത്തി. ജൂലൈ 1-ന് ശേഷം പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന് നേതാക്കൾ ധാരണയിലെത്തണമെന്നും കെറി ആവശ്യപ്പെട്ടു. ഇതിനിടെ വിമതർ അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിൽ ഇറാൻ അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.